രാവിലെ ചായക്ക് പുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ പഴം വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഋതുമോളുടെ ഡാഡി ഇന്നലെ വരുമ്പോൾ വാങ്ങിക്കൊടുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഉദ്ഘാടിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു രാവിലെ പഴം വാങ്ങാൻ പോകുമ്പോൾ ഇതിട്ട് ഇറങ്ങാമെന്നുള്ള. ശുഷ്കാന്തി എന്നും ഉണ്ടായാൽ മതിയായിരുന്നു കേട്ടോ. കാരണം തലയിൽ മേലൊന്നും ഒന്നും വെക്കാനായിട്ട് സമ്മതിക്കില്ല. കാറ്റുള്ള സമയത്താണെങ്കിൽ ക്യാപ്പ് വെച്ച് കൊടുക്കുക, മഞ്ഞുള്ള സമയത്തൊക്കെ നമ്മൾ ക്യാപ്പൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവളത് ഊരിക്കളയാറുണ്ട്. ഈ ശുഷ്കാന്തി എന്നും കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഉപകാരമായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഋതുമോൾക്ക് കഫക്കെട്ടും ചുമയൊക്കെ ആയിട്ട് ഇപ്പോൾ കുറേ ആയിട്ടുണ്ട്. 3 വട്ടമായിട്ട് ഞാൻ ഇപ്പോൾ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 വട്ടം നമ്മൾ കാണിക്കാറുള്ള പീഡിയാട്രീഷ്യനെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞങ്ങളുടെ അടുത്തുള്ളൊരു പീഡിയാട്രീഷ്യനെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴൊന്നിട്ട് ഒരു മാറ്റമില്ല. അപ്പോഴാണ് ചേട്ടൻ്റെ അമ്മായി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹോമിയോ കാണിച്ചു നോക്കാനായിട്ട്. അപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഋതുമോളം കൊണ്ട് അങ്ങോട്ട് വന്നേക്കാനായിട്ട്. അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്കും നമുക്ക് കമ്പനിക്ക് ആളെ കിട്ടിയിട്ടുണ്ട്. ഈ ഉണ്ണിക്കും ചുമയുന്നായിരുന്നു കേട്ടോ. അപ്പോൾ അവർ കാണിച്ചിട്ട് പോയി. അപ്പോൾ അടുത്ത ഉണ്ണി വന്നിട്ടുണ്ട്. അപ്പോൾ ഋതുവിന് കമ്പനിക്ക് അടുത്ത ഉണ്ണിനെ കിട്ടിയപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു മരുന്നൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂട്ടത്തിൽ ഞാൻ എന്നെയും കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു കഫക്കെട്ടൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിലത്തെ ട്രയൽ മരുന്നായിരുന്നു കേട്ടോ. അത് കൊടുത്തു. ഇനി 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മരുന്ന് കൊടുക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഋതുവിന് അങ്കവാടിയിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. വീട്ടിലുണ്ടായി കഴിഞ്ഞാൽ ഞാൻ ചീത്ത കേൾക്കും. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ എനിക്ക് തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് ബ്ലഡ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഫുൾ ജാർ എടുത്തപ്പോൾ എനിക്ക് ആകെ വിഷമമായി. ഇത്രയും എൻ്റെ നൂറ്റി കൊണ്ടുപോയില്ലെന്നായിട്ട് എനിക്ക്. പിന്നെ വീട്ടിൽ വന്നപ്പോൾ പയറ് ഉപ്പേരി വയ്ക്കാറുണ്ടായിരുന്നു. അതെടുത്ത് നന്നാക്കി അരിയാനൊക്കെ അവിടെ ഇരുന്നു കേട്ടോ. ഇപ്പോൾ സ്ഥിരം ഞാൻ ഈ സ്ലാബിൻ്റെ മേലെ കയറിയിരിക്കലാണ്ട പതിവ് ഉണ്ടായിരുന്നത്. നല്ല വെളിച്ചവും കിട്ടും, പിന്നെ സുഖമായിട്ടിരിക്കാം, വേറെ ആരും ശല്യത്തിനില്ല. ഞാൻ ഉള്ളിയൊക്കെ വട്ടി പയറൊക്കെ കഴുകി ചട്ടിയിൽ വറക്കി ഇട്ടിട്ടുണ്ട്. അവിടേക്ക് അവിടെ നിന്ന് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് വെന്തപ്പോഴേക്ക് എനിക്ക് വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മോര് കറി ഉണ്ടായിരുന്നു കേട്ടോ, ചേമ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പപ്പടം വറുത്തും പയറും.